ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ബൈനറി ഓപ്പറേഷൻസ് എന്ന് നോക്കാം. ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ രണ്ട് എലമെൻറ്റ് നമ്മൾ എടുക്കുന്നു. സ്മോൾ ലെറ്റർ എ ആൻഡ് സ്മോൾ ലെറ്റർ ബി ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അതിൽ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നു. അതായത് ക്യാപിറ്റൽ എയിലുള്ള രണ്ട് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു, സ്മോൾ ലെറ്റർ എ ആൻഡ് സ്മോൾ ലെറ്റർ ബി. ദെൻ an operation star is defined. Star is defined on A. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ഓപ്പറേഷൻ, നമ്മൾ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ അറിത്മെറ്റിക് നമുക്കറിയാം, പ്ലസ്, മൈനസ്, ഡിവിഷൻ, അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് നമുക്കറിയുന്ന ഓപ്പറേഷൻസ്. പിന്നെ സെറ്റിൽ നമ്മൾ യൂണിയൻ, ഇൻ്റർസെക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്പറേഷൻസ് ആണ്. അത് കറസ്പോണ്ടിങ് കളക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് എ ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള രണ്ട് എലമെൻറ്റിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സ്റ്റാർ കൊടുക്കും. അപ്പോൾ എയും ബിയും ഈ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ലെറ്റ് ഇറ്റ് ബി സി. സി എന്ന് പറയുന്ന ഒരു ആൻസറാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ആ സി എന്ന് പറയുന്ന ഈ എലമെൻറ്റ് എയിൽ തന്നെ ഉള്ളതായിരിക്കണം. അത്തരം ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റിനകത്ത് രണ്ട് എലമെൻ്റ് എടുക്കുന്നു, അതിലൊരു സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഫൈൻഡ് ഔട്ട് എ സ്റ്റാർ ബി. സപ്പോസ് ഇറ്റ് ഈസ് സി. എ സ്റ്റാർ ബി സി ആണെങ്കിൽ സി എവിടെ ഉണ്ടാവണം? അതിൻ്റെ ആൻസർ എയിൽ തന്നെയുള്ള ഒരു നമ്പർ ആയിരിക്കണം. ആര്? സി എന്ന് പറയുന്ന ഈ ആൻസർ. മനസ്സിലാണ്ടല്ലോ? അത്തരം ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. Therefore, a binary operation can be defined as a function from, അപ്പം സ്റ്റാറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഫങ്ഷൻ ഫ്രം എ ക്രോസ് എ ടു എ. നമ്മൾ ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ എ ക്രോസ് എ ടു എയിലുള്ള ഫങ്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണത് ഫങ്ഷനായിട്ട് മാറുന്നതെന്ന് ശ്രദ്ധിക്കുക. എ ക്രോസ് എയിലുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും എ ക്രോസ് എയിൽ ഉണ്ടാവുക. ആ ഓർഡേർഡ് പെയറിനെ നമ്മൾ എ കൊമ ബി എന്ന് വിളിക്കുകയാണെങ്കിൽ ആ രണ്ട് എലമെൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ള ഈ രണ്ട് എലമെൻറ്റ് എയും ബിയും. അപ്പോൾ രണ്ട് എലമെൻറ്റിൽ ഈ സ്റ്റാർ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ അതിന് കിട്ടുന്ന ആൻസർ സി എവിടെയുണ്ട്? എയിലാണുള്ളത്. അതുകൊണ്ട് നമ്മളതിനെ എയിലുള്ള ഒരു എലമെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. Therefore, star can be defined as a function from a cross a to a. അപ്പോൾ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അതിൽ നമുക്ക് സ്റ്റാർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എവിടെ ഉണ്ടാവണം? ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഓപ്പറേഷൻസിനാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബൈനറി ഓപ്പറേഷൻസിന് ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ നോൺ എംപ്റ്റി സെറ്റ് ക്യാപിറ്റൽ എ ഈസ് എ ഫങ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഒരു ഫങ്ഷനായിട്ട് നമുക്ക് ഈ സ്റ്റാറിനെ കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇതിനുള്ള നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് വളരെ പരിചയമുള്ളൊരു സെറ്റാണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഓപ്പറേഷനാണെന്ന് നമുക്കറിയാം. അഡീഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് രണ്ട് എലമെൻറ്റ്സ്, ഏത് രണ്ട് നാച്ചുറൽ നമ്പർ നമ്മൾ ആഡ് ചെയ്താലും വീണ്ടും കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ, സപ്പോസ് 5 and 7 two numbers are added, we get 12. Again 12 is a natural number. Therefore, we can say that the addition is a binary operation on the set of natural numbers. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഒരു ബൈനറി ഓപ്പറേഷനാണ് ആര്? പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ, അല്ലേ? ഇനി നാച്ചുറൽ നമ്പേഴ്സ് തന്നെ മറ്റൊരു ബൈനറി ഓപ്പറേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മൾട്ടിപ്ലിക്കേഷൻ എടുക്കാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ അതൊരു ബൈനറി ഓപ്പറേഷനാണ്. ഏത് സെറ്റിനകത്ത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി അതേസമയം സബ്ട്രാക്ഷൻ എടുത്താലോ? സബ്ട്രാക്ഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. കാരണം നമ്മൾ ഏതൊരു നമ്പർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ 5ഉം 7ഉം തന്നെ എടുത്താൽ 5 - 7 എടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് -2 ആണ്. -2 ഈസ് നോട്ട് എ നാച്ചുറൽ നമ്പർ. ഇറ്റ് ഡസ് നോട്ട് ബിലോങ്സ് ടു n.
Therefore we can say that subtraction is not a binary operation. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിലും ഒക്കെ തന്നെ ഇതുപോലുള്ള ബൈനറി ഓപ്പറേഷൻസിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സാമ്പിൾസ് ആയിട്ട്. ഇനി ഇതിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ബൈനറി ഓപ്പറേഷൻസിന് ചില പ്രത്യേകതകളുണ്ട്, പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അതിലാദ്യത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. ഈ വാക്ക് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. അതായത് സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണോ ഈ ബൈനറി ഓപ്പറേഷൻസ് നമ്മൾ നോക്കുന്നത്? ആ പ്രോപ്പർട്ടിയെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇഫ് ഫോർ എനി ടു എലമെൻറ്റ്സ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ, ഫോർ ഓൾ എ കോമ ബി ബിലോങ്സ് ടു ദി ഗിവൺ സെറ്റ് ക്യാപിറ്റൽ എ. അതായത് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്റ്റാർ എയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് എ സ്റ്റാർ ബി കണ്ടുപിടിക്കുമ്പോഴും വീണ്ടും ബി സ്റ്റാറെ കാണുമ്പോഴും ഒരേ ആൻസറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷനെ നമുക്ക് എന്ത് പറയാം? സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി പറയും നമ്മൾ സെറ്റിനകത്ത് യൂണിയനും ഇൻ്റർസെക്ഷനും ഒക്കെ ഇതുപോലുള്ള പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ. ക്യാൻ യു ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ബൈനറി ഓപ്പറേഷൻ? കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഒരു ബൈനറി ഓപ്പറേഷന് എക്സാമ്പിൾ തരാൻ പറ്റുമോ? നമ്മുടെ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ പ്ലസ് എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ബൈനറി ഓപ്പറേഷൻ നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും ആൻസർ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും അല്ലേ? ഇപ്പോൾ 5 + 3 8 ആണ്. 3 + 5 ആയാലും എന്ത് തന്നെയാണ്? 8 ആണ്. Therefore this operation plus is a binary operation which is commutative in the set of natural numbers. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെഫിനിഷൻ. ഇനി അടുത്തത് നോക്കാം. അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി പറയുമ്പോൾ നമ്മൾ പറയുന്നത് 3 എലമെൻ്റ് എടുക്കുന്നുണ്ട്. സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി ആൻഡ് സ്മോൾ ലെറ്റർ സി ഫ്രം ദി സെറ്റ് ക്യാപിറ്റൽ എ. ദെൻ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. ഇങ്ങനെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റാറിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഹാസ് ദി പ്രോപ്പർട്ടി കോൾഡ് അസോസിയേറ്റിവിറ്റി. അപ്പോൾ അസോസിയേറ്റീവ് ആണെങ്കിൽ നമുക്ക് സ്റ്റാറിനെ ഈ ഒരു പ്രോപ്പർട്ടി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിൾ നമ്മളിപ്പോഴെടുത്ത സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറിൽ നമ്മൾ എടുത്തിട്ടുള്ള ഈ പ്ലസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളിപ്പോൾ 2, 3, 5 എടുക്കുന്നു. 2 + 3 + 5 ഈക്വൽ ടു 2 + 3 + 5 ആണ്. തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയാം. ആദ്യത്തെ ഇതിൽ 2 + 3 അല്ലേ? 2 + 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 + 5 10 ആണ്. അതേപോലെ 2 + 5 + 3 8 ആണ്. 2 + 8 10 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ, അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ അസോസിയേറ്റീവ് ആണെന്ന് പറയാം. നേരെ മറിച്ച് മൈനസ് എടുക്കുകയാണ്. മൈനസ് തീർച്ചയായിട്ടും ഒരു ബൈനറി ഓപ്പറേഷനേ അല്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ബൈനറി ആണോ, ബൈനറി ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ നമുക്ക് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ ഈ പ്രോപ്പർട്ടി പ്ലസിനെ കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് സെഡ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ നമ്മൾ പ്ലസ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, നമുക്ക് സബ്ട്രാക്ഷൻ ഉപയോഗിച്ച് നോക്കാം. സബ്ട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ ബൈനറി ആണോ എന്ന് ആദ്യം നോക്കാം. നമുക്ക് സെഡിൽ ഈ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ ആണോ? നമ്മൾ ഏത് രണ്ട് ഇൻറ്റീജേഴ്സ് എടുത്താലും അതിൻ്റെ ഡിഫറൻസ് വീണ്ടും ഒരു ഇൻറ്റീജർ ആയിരിക്കുമല്ലോ അല്ലേ? a - b എന്ന് പറയുന്നത് വീണ്ടും സെഡിൽ ഉള്ള നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിത് ഒരു ബൈനറി ആണെന്ന് പറയാം. ഇനി അത് അസോസിയേറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ ബൈനറി ഓപ്പറേഷനാണ് മൈനസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിന് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് മുന്നേ അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 എലമെൻ്റ് എടുക്കുന്നു, 1 and 2. 1 - 2 ആൻസർ കിട്ടുന്നത് -1 ആണ് അല്ലേ? 2 - 1 എടുത്താലോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. 2 ഈക്വൽ അല്ലല്ലോ. ദർഫോർ
മൈനസ് അതായത് സബ്ട്രാക്ഷൻ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയാം. നമ്മളിനി അസോസിയേറ്റിവിറ്റി നോക്കുവാണ്. നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം നമുക്ക്. അതിന് 3 എലമെൻറ്റ് വേണം അല്ലേ. 3 എലമെൻറ്റ് ഏതൊക്കെയാണ്? നമുക്ക് 1 2 3 തന്നെ എടുക്കാം. 1 2 3 തന്നെ എടുത്താൽ 1 - 2 -3 ഈക്വൽ ടു -1 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 എന്ന് കിട്ടും. ഇനി 1 - 2 -3 ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ബ്രാക്കറ്റിനെ റൈറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ബ്രാക്കറ്റിനെ വലതുഭാഗത്തേക്ക് മൂവ് ചെയ്യിക്കുന്നു അല്ലേ, ഷിഫ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഓർഡറിൽ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ABC എന്നുള്ള അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ എലമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2 - 3 എന്ന് പറയുന്നത് -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. രണ്ട് ആൻസർ ഒന്ന് നോക്കൂ, ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സ്റ്റാർ ഈസ് നോട്ട്, സ്റ്റാർ മീൻസ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് ഇൻ ദി സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ എപ്പോഴും ഈ പ്രോപ്പർട്ടി പറയുമ്പോഴേ നമ്മൾ ആ സെറ്റ് എടുത്ത് പറയണം, ഓപ്പറേഷനും എടുത്ത് പറയണം, എന്നിട്ടാണ് നമ്മൾ ആ പ്രോപ്പർട്ടി പറയേണ്ടത്. ഇനി അടുത്ത പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി. എന്താണ് ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് നോക്കാം. അതായത് നമ്മുടെ സെറ്റിൽ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റിനെ നമുക്ക് ഇ എന്ന് വിളിക്കാം. എങ്ങനെയുള്ള എലമെൻ്റ് ആയിരിക്കണം? നമ്മൾ ഏതൊരു എലമെൻറ്റ് എയിലെടുത്താലും, ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുത്താലും ഈ ഇയുമായിട്ട് നമ്മൾ ആ സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എ തന്നെ കിട്ടണം. ദെർഫോർ existence of identity, that property defines as the existence of an element E in the set capital A such that for every element A belongs to A, star E equal to A ആയിരിക്കണം. A star E equal to A also it must be equal to E star E. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തിരിച്ചും മറിച്ചും ചെയ്താലും ഒരേ ഉത്തരം കിട്ടും. അപ്പം തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് എ സ്റ്റാർ ഇ ഈക്വൽ ടു എ കിട്ടണം. അതുപോലെ ഇ സ്റ്റാർ എ ഈക്വൽ ടു എ കിട്ടുവാണെങ്കിൽ അത്തരം ഇ എ ആണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ ഞാനൊന്നുകൂടി ഇത് ക്ലിയർ ആക്കാം. നമ്മളുടെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ എൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേഷനാണ് അല്ലേ. ഏത് 2 നാച്ചുറൽ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു നാച്ചുറൽ നമ്പറാണ്. തീർച്ചയായിട്ടും മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഒരു ബൈനറി ഓപ്പറേഷനാണ്. ഇതിനകത്ത് ഇനി ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഏതൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ എടുക്കുന്നു. നമുക്ക് ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ 5 എടുക്കാം. 5 ഒരു നാച്ചുറൽ നമ്പറാണ്. 5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, മറ്റൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 തന്നെ കിട്ടണം. തീർച്ചയായിട്ടും ആ നമ്പർ കൊണ്ട് നമ്മൾ 5നെ തിരിച്ചും മറിച്ചും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് 5 തന്നെ കിട്ടണം. ഏതായിരിക്കും ആ നമ്പർ? അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കും വേണം. ആ നമ്പർ ഏതാണ്? 1 ആണ്. 5 × 1 = 5, 1 × 5 = 5. നമുക്കറിയാം ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഇത് കറക്റ്റാണല്ലോ. അതും കൂടി ചെക്ക് ചെയ്യണം. ഒരു 5ന് മാത്രം കറക്റ്റായ പോരാ, ഏത് നാച്ചുറൽ നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ 1 എന്ന് പറയുന്ന എലമെൻറ്റിന് ഈ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ദി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ഓൺ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പർ സെറ്റിന് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷന് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. ഏതാണത്? 1 ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുന്നു എന്ന് കരുതുന്നു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പറയാം. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എടുക്കാം നമുക്ക്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ അഡീഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അഡീഷൻ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ആൻഡ് we take 0 as the identity element because for every a belongs to z we can say that a plus 0 equal to a. Also 0 plus a equal to a. ഏത് ഇൻറ്റീജർ എടുത്താലും നമുക്ക് കിട്ടുള്ളൂ. ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ ഒരു 5 അല്ലെങ്കിൽ -5 എടുക്കുന്നതായിരിക്കും. -5 + 0 നമുക്ക് എന്ത് കിട്ടും? -5 കിട്ടും. -5 തന്നെ കിട്ടും.
അപ്പോൾ ഏത് ഇൻറ്റീജർ എടുത്താലും നമുക്ക് ഈ പ്രോപ്പർട്ടി സീറോന് ഉണ്ടെന്ന് കാണാം. അതുകൊണ്ട് സീറോയെ നമുക്ക് എന്ത് പറയാം? സീറോ ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഫോർ ദി ഓപ്പറേഷൻ അഡീഷൻ ഇൻ ദി സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇതാണ് ഈ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി. അപ്പോൾ എന്ന് പറയുന്ന ജനറലി വി ഡിനോട്ട് ഇറ്റ് ബൈ ആണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് പറയുന്നത്. ജനറലി ഡെഫിനിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓർത്ത് വെക്കണം. ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ ഫോർ എവറി എ ബിലോങ്സ് ടു എ സ്റ്റാർ ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാർ ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് ആണ് അടുത്ത പ്രോപ്പർട്ടി. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സെറ്റ് എ എടുക്കുന്നു അല്ലേ, അതിനകത്തൊരു സ്റ്റാർ, ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നു. ഇൻവേഴ്സ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് എയിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻവേഴ്സ് എന്നാണ്. എ ഇൻവേഴ്സ് എയിൽ തന്നെ നമുക്ക് കിട്ടണം. എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി? എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ആയിരിക്കും. അതേപോലെ തന്നെ എ ഇൻവേഴ്സ് സ്റ്റാർ എ ഈക്വൽ ടു ആയിട്ട് വരണം. വേർ ഈസ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ ദി സെറ്റ് ക്യാപിറ്റൽ എ. അപ്പോൾ എയിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ്, സ്റ്റാറിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റാണ് നമ്മൾ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ എയും ഒരു എലമെൻറ്റ്, ഏതൊരു എലമെൻറ്റ് എയും അതിൻ്റെ ഇൻവേഴ്സും കൂടി സ്റ്റാർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? കിട്ടണം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ബൈനറി ആണെന്ന് പറഞ്ഞു, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു, അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൂടി നമ്മൾ പറഞ്ഞു, 0 ആണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഒരു എലമെൻറ്റ് 2 എന്നൊരു എലമെൻറ്റ് എടുക്കാം. നമുക്ക് സെറ്റിലുള്ള 2 എടുക്കാം. 2ന് ഒരു ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? 2 എന്ന് പറയുന്ന എലമെൻറ്റിനോട് ഏതെങ്കിലും മറ്റൊരു ഇൻറ്റീജർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെ ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഏതാണത്? -2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? 2 എന്ന് പറയുന്ന ഇൻറ്റീജറിൻ്റെ ഇൻവേഴ്സ്, ആഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -2. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് വേണം. അതുപോലെ ഈ കിട്ടുന്ന നമ്പർ, അതായത് ഇൻവേഴ്സായിട്ട് കിട്ടുന്നത് 2 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതായത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ വരുന്ന ഇൻവേഴ്സാണ് -2. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷനാണ് അല്ലേ? ഏത് 2 റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു റിയൽ നമ്പറാണ്. ഇനി ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന റിയൽ നമ്പറിൽ നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം നമുക്കിതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ കണ്ടുപിടിക്കണം. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷന് ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് നമുക്ക് 1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ടുള്ളത്. അതായത് ഏത് നമ്പറിനെ നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കറിയാം ഏതൊരു റിയൽ നമ്പറിനെയും, ഇപ്പോൾ 5 ആണ് റിയൽ നമ്പർ, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5 തന്നെയാണ്. അത് ഏത് 1/5 ആയാലും നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/5 കിട്ടും. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും 1നെ എന്തായിട്ട് പറയാം? ഇത് ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റാണ്. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റാണ് 1. അപ്പം അത് യുണീക്കായിരിക്കും. നമ്മളൊക്കെ പറയാം ഐഡൻറ്റിറ്റി എലമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? യുണീക്ക് എലമെൻ്റ് ആയിരിക്കും. ഇനി ഈ 1നെ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് ഏതൊക്കെ എലമെൻറ്റിനാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ. അതായത് നമ്മൾ എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു, സെഡ് എന്ന് പറയുന്ന സെറ്റിനകത്ത് നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 ആണെങ്കിൽ അതിന് -2 കിട്ടും അഡീഷന് ഇൻവേഴ്സായിട്ട്. 3 ആണെങ്കിൽ -3 കിട്ടും. -5 ആണെങ്കിൽ +5 കിട്ടും. ഒരുവിധം എല്ലാ എലമെൻറ്റ്സിനും അവിടെ നമുക്ക് ഇൻവേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഏതൊരു എലമെൻറ്റിനെയും ഇപ്പം 1/2 ആണെങ്കിൽ 1/2നെ 1 കൊണ്ട് 1 ആൻസർ കിട്ടുന്ന വിധത്തിൽ നമുക്കൊരു എലമെൻറ്റ് ഇവിടെ കണ്ടുപിടിക്കാം അല്ലേ? 2 ആയിരിക്കും.
അപ്പോൾ 1/2ഉം 2ഉം രണ്ട് റിയൽ നമ്പറാണ്. അപ്പോൾ 1/2ൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ആര് 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇൻവേഴ്സ് കിട്ടാത്ത ഒരു എലമെൻ്റ് ഉണ്ട്. ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതായിരിക്കും ഇവിടെ മൾട്ടിപ്ലിക്കേഷനിൽ ഇൻവേഴ്സ് കിട്ടാത്ത ഒരു എലമെൻറ്റ്? 0 എന്ന എലമെൻ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. അവിടെ നമ്മൾ 0 എന്ന നമ്പറിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? 0നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ 0 എന്ന റിയൽ നമ്പറിന് ഇൻവേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ഓപ്പറേഷനിൽ ഇല്ല. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇൻവേഴ്സ് എലമെൻറ്റ് എപ്പോഴും എല്ലാ നമ്പറിനും ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ഒരേ ഒരു നമ്പറിന് മാത്രമായിട്ട് വരാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിന് മാത്രം ഇല്ലാതെയും വരാം. അതൊന്ന് ഓർത്ത് വെക്കുക. നേരെ മറിച്ച് ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഇനി മുന്നേ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് യുണീക്കാണ്. ആ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റിനും ആ പ്രോപ്പർട്ടി നമുക്ക് ബാധകമായിരിക്കും. നേരെ മറിച്ച് ഇൻവേഴ്സ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എയിലുള്ള എല്ലാ എലമെൻസിനും കിട്ടണമെന്നില്ല. അത് ഓർത്ത് വെക്കുക. ഓരോ എലമെൻറ്റിൻ്റെയും ഇൻവേഴ്സ് ഡിഫറൻ്റ് ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് ബൈനറി ഓപ്പറേഷൻ എന്താണെന്ന് കണ്ടു. ഒരു ഓപ്പറേഷൻ ബൈനറി ആണോ അല്ലയോ എന്ന് നമ്മളെങ്ങനെ പരിശോധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രോപ്പർട്ടീസ് 4 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസിൽ നമ്മൾ ബൈനറി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അതുപോലെ ഈ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യുന്ന പ്രോബ്ലംസുമാണ്. വളരെ എളുപ്പത്തിലുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസുമായിട്ട് കാണാം.